വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലേക്ക് അടക്കമുള്ള റോഡ് നവീകരണം വൈകുന്നതിൽ കടുത്ത പ്രതിഷേധം. പ്രദേശവാസികൾ രൂപം നൽകിയ ജനകീയ സമരസമിതി മേപ്പാടി ചൂരൽമല റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. നവീകരണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയായ മുണ്ടക്കൈ, ചൂരൽമല എന്നിവയ്ക്ക് പുറമെ ദുരന്തത്തിൽ ഒറ്റപ്പെട്ട അട്ടമല, പുത്തുമല അടക്കം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്കുള്ള റോഡ് നവീകരണമാണ് അനന്തമായി നീളുന്നത്. കള്ളാടി, മീനാക്ഷി എസ്റ്റേറ്റ്, ഏലവയൽ തുടങ്ങിയ തോട്ടം മേഖലകളിലേക്കും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കും 900 കണ്ടിയിലേക്കും ഇതിലൂടെയാണ് കടന്നുപോകേണ്ടത്. ഇത്രയും പ്രാധാന്യമുള്ള മേപ്പാടി മുതൽ ചൂരൽമല വരെയുള്ള 12.8 കിലോമീറ്റർ റോഡാണ് നവീകരണം പൂർത്തിയാകാതെ നിൽക്കുന്നത്. 7 വർഷം മുൻപ് തുടങ്ങിയ പദ്ധതി 2020 മെയ്യിൽ പൂർത്തിയാകേണ്ടതാണ്. എന്നാൽ 40 കോടിയിലേറെ ചെലവ് വരുന്ന പദ്ധതിയുടെ 60% പോലും പണി പൂർത്തിയായിട്ടില്ല. റോഡ് നവീകരണത്തിന്റെ ചുമതല ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്. കാരാപ്പുഴ കുടിവെള്ള പദ്ധതി പ്രകാരമുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ജലസേചന വകുപ്പും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള തർക്കവും ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി തൊഴിലാളികളെ പിൻവലിച്ചതുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഉള്ള തൊഴിലാളികളെ പോലും പിൻവലിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഊരാളുകൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം, റോഡ് പണി അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് വീണ്ടും ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മളിവിടെ സമരത്തിന് നേതൃത്വം നൽകിയത്. ഇതൊരു സൂചനാ സമരമാണ്. ഈ റോഡിന്റെ പ്രവൃത്തി ഏതെങ്കിലും നിലക്ക് ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമമെങ്കിൽ ഞങ്ങൾ വീണ്ടും തെരുവുകളിലേക്ക് വരും. ഊരാളുങ്കൽ സൊസൈറ്റി എടുക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും തടഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഞങ്ങളുടെ സമരം. നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും പരിഹാരമുണ്ടായില്ല. തുടർന്നാണ് റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നത്. ജലവകുപ്പുമായി ചർച്ച ചെയ്ത പ്രശ്നം അവസാനിപ്പിക്കാമെന്ന ഊരാളുങ്കലിന്റെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. റോഡ് നവീകരണം വീണ്ടും വൈകിയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സമരസമിതി നേതാക്കളും പറഞ്ഞു. ന്യൂസ് മലയാളം, വയനാട്.